യു കെയിൽ നേഴ്സാകാൻ ആഗ്രഹിക്കുന്ന വിദേശ നേഴ്സുമാർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. എൻവേർട്ടിസ് കൺസൾട്ടൻസിയും അതേപോലെ യു കെയിലുള്ള അൾസ്റ്റർ യൂണിവേഴ്സിറ്റിയും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു 1 ഇയർ MSc നഴ്സിംഗ് പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ഓവർസീസ് നേഴ്സുമാർക്ക് വേണ്ടിയിട്ട്. 1 ഇയർ നഴ്സിംഗ് പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണ്. 50 പേർക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ ഉള്ളത്. 1 ഇയർ MSc നഴ്സിംഗ് ഇൻ നഴ്സിംഗ് പ്രാക്ടീസ് ഇൻ ദ UK എന്നതാണ് ഈ കോഴ്സിൻ്റെ പേര്. നഴ്സിംഗ് പ്രാക്ടീസ് എങ്ങനെ ഒരു UK നേഴ്സായിട്ട് വർക്ക് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടുള്ള അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. BSc നഴ്സിംഗ് കഴിഞ്ഞവർക്കാണ് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. ഇനി ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 15,000 പൗണ്ടാണ് ആ കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. 1 ഇയർ കോഴ്സാണ്. നിങ്ങൾക്ക് ഏകദേശം 17 മാസത്തെ വിസയിലാണ് നിങ്ങൾ UK വരുന്നത്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിന് ശേഷം നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സാണെങ്കിൽ ഒരു വർക്ക് വിസയിലേക്കോ, ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ഗ്രാജുവേറ്റ് വിസയിലേക്കോ സ്വിച്ച് ചെയ്യാം. ഗ്രാജുവേറ്റ് വിസ സമയത്ത് നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർക്ക് വിസയിലേക്ക് മാറാം. എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പം UK യിലേക്കുള്ള വിദേശ റിക്രൂട്ട്മെൻറ്റുകളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ UK യിൽ വന്ന് ഒരാൾക്ക് നേഴ്സാകാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ UK യിൽ പോയത് ഇതേപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ടാണ് ജോലിയിലേക്ക് മാറിയത്. അപ്പം എന്തുകൊണ്ടാണ് ഇതൊരു കൊളാബറേറ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത്? നിങ്ങൾ IELTS അല്ലെങ്കിൽ OET പാസ്സായിട്ടുള്ള ഒരു നേഴ്സാണെങ്കിൽ നിങ്ങളുടെ CBT എക്സാമിനും അതേപോലെ OSCE എക്സാമിനും ഈ 2 എക്സാംസ് പാസ്സായാൽ മാത്രമേ നിങ്ങൾ UK നേഴ്സാകുകയുള്ളൂ. ഇതിൻ്റെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളാണ്. അതേപോലെ നിങ്ങൾ കോഴ്സിന് വന്ന സമയത്ത് കോഴ്സിൻ്റെ സമയത്ത് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് 20 മണിക്കൂർ വർക്ക് ചെയ്യാം. അതിനുള്ള എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എൻവേർട്ടിസ് ആണ്. ഇനി അതിനുശേഷം കോഴ്സിന് ശേഷം നിങ്ങളുടെ ഗ്രാജുവേറ്റ് വിസ പീരീഡിൽ നിങ്ങൾക്കൊരു ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി നിങ്ങൾ IELTS OET ഒന്നും പാസ്സായിട്ടില്ലാത്തൊരു നേഴ്സാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് വിസ പീരീഡിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ഒരു കെയർ അസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സീനിയർ കെയർ അസിസ്റ്റൻ്റ് ആയിട്ടോ ഒരു നഴ്സിംഗ് ഹോമിലോ അല്ലെങ്കിൽ NHS ട്രസ്റ്റിലോ വർക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഗ്രാജുവേറ്റ് വിസ പീരീഡിൽ 1 വർഷം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ NMCയുടെ സിപ്പ് പാത്ത് വഴി നിങ്ങൾക്ക് NMC രജിസ്ട്രേഷൻ കരസ്ഥമാക്കാം. IELTS OET ഇല്ലാതെ CBTയും OSCEയും പാസ്സായി നിങ്ങൾക്ക് NMC രജിസ്ട്രേഷൻ കരസ്ഥമാക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു റൂട്ടിൽ കൂടി നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഇതൊരു കൊളാബറേറ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ താല്പര്യമുള്ളവർ എൻവേർട്ടിസ് കൺസൾട്ടൻസിൻ്റെ ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ UK യിൽ വന്ന് നേഴ്സ് ആകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ ഇതാണ്. താങ്ക് യു സോ മച്ച്.